ഹലോ. അപ്പോൾ ഇന്നൊരു വീക്കെൻഡായിട്ട് ഞങ്ങൾ പുറത്ത് പോവാണ്. ഈവനിങ് ആകുമ്പോൾ ഇറങ്ങിയത്. ഹസ്ബൻഡ് രാവിലെ ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ അത് സിസ്റ്ററിനോടെ മോള് പ്രോഗ്രാം ഉണ്ടായിരുന്നു ലയൺസ് ക്ലബിൻ്റെ. അപ്പോൾ അവിടെ പോയത് മഞ്ജീഷ മുതുകാടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നു മെയിൻ ഗസ്റ്റ്. അപ്പോൾ ആളെ സ്പീച്ചൊക്കെ കേട്ടിരിക്കുമായിരുന്നു. ആളെ മാജിക്കൊക്കെ ആദ്യം കഴിഞ്ഞു തോന്നി. ഞങ്ങൾ കുറച്ച് ലേറ്റായി എത്താൻ. അങ്ങനെ നല്ല സ്പീച്ചായിരുന്നു, കേട്ടിരിക്കാൻ പറ്റിയ സ്പീച്ചായിരുന്നു. എനിക്ക് അങ്ങനെ സ്പീച്ചൊന്നും കേട്ടിരിക്കാൻ ഇഷ്ടമല്ല, പക്ഷേ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇതായിരുന്നു ഫസ്റ്റ് എൻട്രി ഡാൻസ് എന്ന് പറയുന്നത്, ഇൻട്രോ ഡാൻസ്. അപ്പോൾ ഒരു കുട്ടിച്ചാത്തൻ്റെ തീമൊക്കെ ആയിരുന്നു. കാന്താര വന്നതോടെ എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ തീമൊക്കെ ആയിരുന്നു ഇപ്പോൾ വരുന്ന ഡാൻസൊക്കെ. ആ കുട്ടിയുണ്ട് മെയിൻ ക്യാരക്ടർ ജാനകി എന്ന് പറയുന്നത്, നല്ല ഡാൻസായിരുന്നു. ഇതായിരുന്നു കേട്ടോ സിസ്റ്ററിനോടെ മോടെ ഡാൻസ്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു, നല്ല തീമായിരുന്നു, നല്ല കൊറിയോഗ്രാഫായിരുന്നു. പിന്നെ അടുത്തൊരു കുഞ്ഞു മോളെ ഡാൻസ്, അത് നന്നായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീടൊക്കെ എടുത്ത് എൻജോയ് ചെയ്തിരിക്കുകയാണ്. ഇവിയും കൈലാസും എല്ലാവരും അങ്ങനെ അടുത്ത ഡാൻസ് പ്രോഗ്രാമൊക്കെ കണ്ടിരിക്കുകയാണ്. ഇത് നല്ലൊരു തീം ഡാൻസ് തന്നെയായിരുന്നു. കൊറിയോഗ്രാഫി നന്നായിരുന്നു. മദർ തെരേസ അങ്ങനെ ഓരോ സ്ത്രീകളുടെ ഓരോ ക്യാരക്ടർ എടുത്ത് വെച്ചിട്ട് ഝാൻസി റാണി അങ്ങനെയൊക്കെ വെച്ചിട്ട് ചെയ്ത ഡാൻസാണ്. നല്ലൊരു ഡാൻസായിരുന്നു അതും. നല്ല കൊറിയോഗ്രാഫി ആയിരുന്നു. അതൊക്കെ കണ്ടിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് മക്കൾ പുറത്ത് പോയി ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ തന്നെ സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞടുത്ത് ലയൺസ് ക്ലബിൻ്റെ 1917 അമേരിക്കയിൽ ചിക്കാഗോയിലാണ് രൂപീകരണം നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കേട്ടിരുന്നു. ഇതൊക്കെ അതിൻ്റെ ഇടയ്ക്ക് അടുത്ത ഡാൻസേഴ്സ് വന്നു. അത് നല്ല കൊറിയോഗ്രാഫി ആയിരുന്നു. ഇത് കുറച്ച് ഏജ്ഡായ വുമൺസാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. അങ്ങനെ അതാ ലാസ്റ്റ് ഗാനമിടായിരുന്നു. അത് സൂപ്പറായിരുന്നു കേട്ടോ. ആതിര എന്ന് പറഞ്ഞ കുട്ടി ഫ്ലവേഴ്സിൻ്റെ ടോപ്പ് സിംഗറിലുണ്ടായിരുന്നേ. നല്ല 4-5 സോങ് കഴിഞ്ഞപ്പോൾ ഞങ്ങളങ്ങ് ഇറങ്ങി. മക്കൾക്ക് വിശക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ പുറത്തെത്തി. ഇവിടെയാണ് കേട്ടോ ഉണ്ടായിരുന്ന പ്രോഗ്രാം. അങ്ങനെ അവർ കളിയൊക്കെ തുടങ്ങി. അത് പൊന്നു ഇവയും കളിയൊക്കെ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ പോവാണ് കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. ബായ്. ഹലോ. അപ്പോൾ ഇന്നൊരു വീക്കെൻഡായിട്ട് ഞങ്ങൾ പുറത്ത് പോവാണ്. ഈവനിങ് ആകുമ്പോൾ ഇറങ്ങിയത്. ഹസ്ബൻഡ് രാവിലെ ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ അത് സിസ്റ്ററിനോടെ മോള് പ്രോഗ്രാം ഉണ്ടായിരുന്നു ലയൺസ് ക്ലബിൻ്റെ. അപ്പോൾ അവിടെ പോയത് മഞ്ജീഷ മുതുകാടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നു മെയിൻ ഗസ്റ്റ്. അപ്പോൾ ആളെ സ്പീച്ചൊക്കെ കേട്ടിരിക്കുമായിരുന്നു. ആളെ മാജിക്കൊക്കെ ആദ്യം കഴിഞ്ഞു തോന്നി. ഞങ്ങൾ കുറച്ച് ലേറ്റായി എത്താൻ. അങ്ങനെ നല്ല സ്പീച്ചായിരുന്നു, കേട്ടിരിക്കാൻ പറ്റിയ സ്പീച്ചായിരുന്നു. എനിക്ക് അങ്ങനെ സ്പീച്ചൊന്നും കേട്ടിരിക്കാൻ ഇഷ്ടമല്ല, പക്ഷേ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇതായിരുന്നു ഫസ്റ്റ് എൻട്രി ഡാൻസ് എന്ന് പറയുന്നത്, ഇൻട്രോ ഡാൻസ്. അപ്പോൾ ഒരു കുട്ടിച്ചാത്തൻ്റെ തീമൊക്കെ ആയിരുന്നു. കാന്താര വന്നതോടെ എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ തീമൊക്കെ ആയിരുന്നു ഇപ്പോൾ വരുന്ന ഡാൻസൊക്കെ. ആ കുട്ടിയുണ്ട് മെയിൻ ക്യാരക്ടർ ജാനകി എന്ന് പറയുന്നത്, നല്ല ഡാൻസായിരുന്നു. ഇതായിരുന്നു കേട്ടോ സിസ്റ്ററിനോടെ മോടെ ഡാൻസ്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു, നല്ല തീമായിരുന്നു, നല്ല കൊറിയോഗ്രാഫായിരുന്നു. പിന്നെ അടുത്തൊരു കുഞ്ഞു മോളെ ഡാൻസ്, അത് നന്നായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീടൊക്കെ എടുത്ത് എൻജോയ് ചെയ്തിരിക്കുകയാണ്. ഇവിയും കൈലാസും എല്ലാവരും അങ്ങനെ അടുത്ത ഡാൻസ് പ്രോഗ്രാമൊക്കെ കണ്ടിരിക്കുകയാണ്. ഇത് നല്ലൊരു തീം ഡാൻസ് തന്നെയായിരുന്നു. കൊറിയോഗ്രാഫി നന്നായിരുന്നു. മദർ തെരേസ അങ്ങനെ ഓരോ സ്ത്രീകളുടെ ഓരോ ക്യാരക്ടർ എടുത്ത് വെച്ചിട്ട് ഝാൻസി റാണി അങ്ങനെയൊക്കെ വെച്ചിട്ട് ചെയ്ത ഡാൻസാണ്. നല്ലൊരു ഡാൻസായിരുന്നു.